അപ്പൊ ചരിത്രപരമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ന്യൂനപക്ഷങ്ങളോട് ന്യായപൂർവമായിട്ടുള്ള സമീപനം എടുക്കും. എഴുത്തിൽ, ചിന്തകളിൽ, വായനകളിൽ, പ്രവൃത്തികളിൽ കുഴപ്പമില്ല. പിന്നെ ആകെ എന്താണ് ഞങ്ങൾക്കൊരു പരാതിയുള്ളത്, ഈ പ്രൊപ്പോർഷനേറ്റ് പൊളിറ്റിക്കൽ എന്താണ് നമ്മൾ പറയാ വാക്കുപയോഗിക്കുന്നത്, കോട്ട, അതിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. അതാണ് സംഭവം. ഇന്ന് ഇന്ത്യയിൽ മുഴുവൻ നടക്കുന്നത് രാഷ്ട്രീയ കോട്ടകളാണ്. കോട്ട എന്താണെന്ന് വെച്ചാൽ കോട്ട അനുവദിക്കുക. ഉദാഹരണമായിട്ട് ഇവിടെ 26% മുസ്ലിം ഉണ്ടെങ്കിൽ അവർക്ക് ഇത്ര സീറ്റ് കൊടുക്കണം, 12% നായരുണ്ടെങ്കിൽ നായർക്ക് ഇത്ര സീറ്റ് കൊടുക്കണം. അതാണ് ഇന്നത്തെ വടക്കേ ഇന്ത്യയിലൊക്കെ ചിന്തകൾ. ആ ചിന്തകൾ രാജ്യത്തിന് ഗുണകരമല്ല, ഒരു സംശയവും വേണ്ട. രാജ്യത്തിന് ഗുണം. പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞ 30, 40, 50 കൊല്ലത്തെ ഭരണത്തിന്റെ ഫലമായിട്ട് ഇപ്പൊ ശ്രീ രാമകൃഷ്ണപിള്ള അവിടെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ആന്ധ്രാപ്രദേശിലെ 15 മുഖ്യമന്ത്രിമാരിൽ 10 പേര് റെഡ്ഡി തന്നെ. അതെന്താ റെഡ്ഡി? മാരേജ് തന്നെ റെഡ്ഡി, കാസു ബ്രഹ്മാനന്ദ റെഡ്ഡി, അങ്ങനെ പോകുന്നു. ഭവനം വെങ്കട്ടറാം റെഡ്ഡി, YS രാജശേഖർ റെഡ്ഡി, N കിരൺകുമാർ റെഡ്ഡി. അതെന്താ? ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറയണം. ആ ചോദ്യത്തിന് ഉത്തരം പറയാത്തത് കൊണ്ടാണ് സെക്യുലർ പാർട്ടികൾ പരാജയത്തിലോട്ട് പോകുന്നത്. ഓരോരോ സംസ്ഥാനത്തിലും ഓരോ ജാതിയിൽപ്പെട്ടവരുടെ മുൻതൂക്കമാണ് നിൽക്കുന്നത്. മഹാരാഷ്ട്രയിൽ മറാഠ, അല്ലെങ്കിൽ പട്ടേൽ. നരേന്ദ്രമോദി പട്ടേലല്ല, അതുകൊണ്ട് ബാക്കി OBC ആണ്, തേലിയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഈ ജാതി പ്രശ്നത്തെ CPM എങ്ങനെ തരണം ചെയ്യുമെന്നുള്ളതാണ് മുഖ്യമായിട്ടുള്ള പ്രശ്നം. ഇതാണ്, അല്ല മതപ്രശ്നമല്ല, മതത്തിന്റെ പ്രശ്നങ്ങളല്ല ഇവിടെ ഉള്ളത്, ജാതിയുടെ പ്രശ്നമാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ത്രെറ്റ്. മതനിരപേക്ഷതയെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ജാതിയുടെയാണ്. അതിനെങ്ങനെ CPM കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം CPM-നെ പറ്റിയിട്ടുള്ള മുഖ്യ പരാതി, ഞാൻ എന്റെ പരാതിയല്ല പറയുന്നത്, CPM-ന്റെ ഹയർ ബോഡീസിൽ OBC-കൾക്ക് വേണ്ട പ്രാതിനിധ്യം കൊടുക്കുന്നില്ല. ഇതാണ് പരാതി. OBC എന്ന് പറയുമ്പോൾ മുസ്ലിമിനെ അതിൽ പെടുത്തണം, മുസ്ലിമിനെ വേറെ ആയിട്ട് കാണരുത്, മുസ്ലിം ഒരു OBC ആയിട്ട് കണ്ടാൽ മതി. അതർ ബാക്ക്വേർഡ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഫോർവേഡും ഉണ്ട്, ഞാനൊക്കെ ഫോർവേഡാണ്. ക്രീമി ലെയറിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫോർവേഡായി. അത് 3-4 തലമുറ ക്രീമി ലെയറിൽ പെട്ടാൽ പിന്നെ ബട്ടർ ലെയർ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ നമ്മളെയൊന്നും പെടുത്തണ്ട. ഞാൻ അതിൽ നിങ്ങളോട് യോജിപ്പില്ല. ക്രീമി ലെയർ നടപ്പാക്കണം. 6 ലക്ഷം രൂപയിൽ കൂടുതൽ സമ്മതിക്കാൻ പാടില്ല. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ മാതിരി 12 ലക്ഷം ആക്കാൻ പറ്റില്ല. പാവപ്പെട്ടാനുള്ളതാണ് ആ സീറ്റ്. അതുകൊണ്ടാണ് ഞാൻ യോജിപ്പില്ലാവുന്നവരോട്, ഈ കാര്യങ്ങളോട്. ആ ക്രീമി ലെയർ നടപ്പാക്കുന്ന കാര്യത്തിലും ആ സംവിധാനം. പക്ഷെ എംപവർമെന്റ്, ലാലു പ്രസാദ് യാദവിനോട് ഒരിക്കൽ ഒരാൾ ചോദിച്ച്, പത്രക്കാർ ചോദിച്ച്, ഇവിടെ റോഡൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചു. ഇവിടെ ഈ ഗ്രാമത്തിലോട്ട് ഒറ്റ റോഡ് പോലില്ല. അയാൾ പറഞ്ഞു, ഞങ്ങൾ യാദവർക്ക് കാറില്ലാത്ത, സൈക്കിളില്ലാത്ത ഞങ്ങൾക്ക് എന്തിനു റോഡ്, ഞങ്ങൾക്ക് 4 പശു പോരെയെന്ന്. അതുകൊണ്ടാണ് ആ ഗായ വിദ്യാലയങ്ങൾ തുടങ്ങിയത് മൂപ്പര്. അപ്പോ ഈ തരത്തിൽ ഇന്ത്യയിൽ ജാതി നിൽക്കുമ്പോൾ ഇതിനെങ്ങനെ തരണം ചെയ്യണം എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ബുദ്ധിജീവികളും അല്ലാത്ത രാഷ്ട്രീയ നേതാക്കന്മാരും ഇരുന്ന് ചിന്തിക്കേണ്ട ഒരു മാറ്ററാണ്. കാരണം ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ മുസ്ലിമുകളും ഈ ജാതിയുടെ ഭാഗമായി മാറി. ഉദാഹരണം MYD. വാട്ട് ഈസ് MYD? ബീഹാറിൽ മുസ്ലിം യാദവ് ദലിത് അലയൻസ്, അതാണ് ലാലു പ്രസാദ് യാദവിന്റെ. അതിനെ പൊട്ടിക്കാൻ നിതീഷ് കുമാർ കൊണ്ടുവന്നതാണ് OBEC. എക്സ്ട്രീംലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസും എക്സ്ട്രീംലി ബാക്ക്വേർഡ് മുസ്ലിമും മഹാദളിത്തും കൂടെ കൂടിയിട്ട്, അത് ദളിത്തിൽ ഒരു പിന്നോക്കം. അപ്പൊ അങ്ങനെ ജാതി പോകുന്നുണ്ട്. ആ തരത്തിലുള്ള കോമ്പിനേഷൻ. അപ്പൊ ഈ തരത്തിലുള്ള കോമ്പിനേഷനുകളൊക്കെ വരുമ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളാണ് ഈ രാജ്യത്ത് വരാൻ പോകുന്നത്. 1-2 വാക്ക് അലീഗറിനെ പറ്റിയും ഇപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അലീഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി ഇവിടെ വരുന്നുണ്ട്. ഞങ്ങളുടെ ആൾക്കാരൊക്കെ കൊട്ടി ഘോഷിക്കുന്നുണ്ട്, ഞമ്മന്റെ ആള് വന്നുപോയി എന്ന് പറഞ്ഞിട്ട്. ഇത് ഞമ്മന്റെ ആളൊന്നുമല്ല അലീഗർ. അലീഗർ ഒരു നാഷണൽ യൂണിവേഴ്സിറ്റിയാണ്. അവിടെ ഒരു സീറ്റ് പോലും മുസ്ലിമിന് റിസർവേഷൻ ഇല്ല. അവിടെ OBC സംവരണം പോലും ഇല്ല. ആ അലീഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ കേന്ദ്രങ്ങൾ ബീഹാറിലെ കിഷൻഗഞ്ചിലും മലപ്പുറത്തും അതുമായി തന്നെ നമ്മുടെ വെസ്റ്റ് ബംഗാളിലൊക്കെ തുടങ്ങാൻ തീരുമാനിച്ചപ്പോൾ ആരാണ് മുന്നിൽ വന്നത് സ്ഥാപിക്കാനായിട്ട്? ആരാണ് ആദ്യം ഭൂമി നൽകിയത്? ഒരു സംശയം വേണ്ട, കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്. 2 കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകളും ഭൂമി നൽകിയതിന് ശേഷമാണ് നിതീഷ് കുമാറിന്റെ ഗവൺമെന്റ് ഭൂമി നൽകാൻ സമ്മതിച്ചത്, കൊടുത്തിട്ടില്ല. അപ്പൊ അലീഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി ഒരു വർഗീയ യൂണിവേഴ്സിറ്റി, ഒരു നാഷണൽ യൂണിവേഴ്സിറ്റിയാണ്, ഒരു മുസ്ലിം യൂണിവേഴ്സിറ്റി ഒന്നുമില്ല. ആ പ്രദേശത്ത് ഡെവലപ്മെന്റ് ഉണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ, ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി. ആ തരത്തിലുള്ള സംഭവം വന്നപ്പോഴും ആ സംഭവത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചതും ഒരു സംശയമില്ല CPM. അപ്പൊ CPM-ആയിട്ട് ഒട്ടുമുക്കാൽ കാര്യങ്ങളുള്ളൂ എന്റെ മാതിരത്തെ ആൾക്കാർ. അതായത് എനിക്ക് ഈ പറഞ്ഞ മാതിരി മുജാഹിദും അല്ല, സുന്നിയല്ല, ജമാഅത്തും അല്ല, കോൺഗ്രസും അല്ല, കമ്മ്യൂണിസ്റ്റും അല്ല, ലീഗും അല്ല, ഒന്നുമല്ല. നിഷ്പക്ഷമായിട്ട് ഞങ്ങളുടെ സമുദായത്തിന്റെയും മറ്റു സമുദായങ്ങളുടെയും പ്രശ്നങ്ങൾ വിലയിരുത്തുന്ന ആൾക്കാർ അവരിരുന്ന് ചിന്തിക്കുമ്പോൾ
അവർ മനസ്സിലാക്കുന്നത് CPM-ന്റെ നയപരമായിട്ടുള്ള സമീപനങ്ങൾ 100% ശരിയാണ്. പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും നേരത്തെ ചൗധരി ചരൺ സിംഗ് അജ്ഗർ അവതരിപ്പിച്ചു. അജങ്കർ എന്ന് പറഞ്ഞാൽ അത് മലമ്പാമ്പ് എന്നർത്ഥം. അതിന്റെ പേര് മലമ്പാമ്പ് എന്നാണ്, അജ്ഗർ. ആ അജ്ഗർ ജാതിയുടെ അജ്ഗറാണ്, ജാതിയുടെ ഒരു മലമ്പാമ്പ്. ആ മലമ്പാമ്പാണ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് പതുക്കെ പതുക്കെ ആൾക്കാരെ വിഴുങ്ങി തെക്കോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മലമ്പാമ്പിനെ എങ്ങനെ നേരിടും? ഈ മലമ്പാമ്പിന്റെ ഭാഗമാണ് മുസ്ലിമുകളും ക്രിസ്ത്യാനികളും ഒക്കെ. അവർ ഡിവൈഡഡ്, OBC-യും FC-8. ഈ മലമ്പാമ്പിനെ എങ്ങനെ നേരിടും എന്നുള്ളതാണ് ഇഷ്യൂ. അതൊന്ന്. രണ്ടാമത്, നമ്മൾ ജോലിയും മറ്റും മാത്രം കൊടുത്തിട്ട് കാര്യമില്ല. സിമ്പിൾസ് ഓഫ് പവർ എന്ന് പറയും. ഒരു മുഖ്യമന്ത്രി ഒരാളാക്കിയെന്ന് വിചാരിച്ചു. കോൺഗ്രസ് ചെയ്യുന്ന ടാക്ടിക്കുകളല്ലേ നല്ലത്. ഇത്രയൊക്കെ കോൺഗ്രസിനെ പറ്റി ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കാം. കോൺഗ്രസ് അൻവാറ തൈമൂറിന് ആസാമിലും, അബ്ദുറഹ്മാൻ അന്തുലയെ മഹാരാഷ്ട്രയിലും, അബ്ദുൽ ഗഫൂറിനെ ബീഹാറിലും ഒക്കെ മുഖ്യമന്ത്രിയാക്കി. ബർക്കത്തുള്ള ഖാനെ രാജസ്ഥാനിൽ മുഖ്യമന്ത്രിയാക്കി കോൺഗ്രസ്. അപ്പൊ അതൊരു ടെക്നിക്കാണ്. അപ്പൊ എംപവർമെന്റ് കാര്യങ്ങളിൽ സിമ്പിൾസ് ഓഫ് എംപവർമെന്റ് CPM കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല മാസസിന് മുന്നിൽ. അതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. എത്ര മോശക്കാരനായാലും ഞമ്മന്റെ ആളാണെന്നൊരു തോന്നൽ വേണ്ടേ? ആള് ഹംക്കാണ്, കള്ളുടിയനാണ്, എന്തേലെ നിസ്കാരമില്ല, നോമ്പൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ചില നേതാക്കന്മാരെ പറ്റി പറഞ്ഞാണ്. എന്തേ നിങ്ങളുടെ ആൾക്കാരെ പറ്റിയല്ലേ നമ്മൾ ഞാൻ പറഞ്ഞു, ഇപ്പുറത്തുള്ള ആൾക്കാരെ പറ്റി പറഞ്ഞല്ല, അപ്പുറത്തുള്ള ആൾക്കാരെ പറ്റി പറഞ്ഞു. എന്നാലും ഞമ്മന്റെ ഒരാളല്ലേ. മൗലാന മുഹമ്മദ് അലീനോട് ഒരിക്കൽ ഒരാൾ ചോദിച്ച്, ബെസ്റ്റ് മുസ്ലിം വേഴ്സസ് ദ ബെസ്റ്റ് ഹിന്ദു, എങ്ങനെ നിങ്ങൾ ചോയ്സ് എടുക്കും? മൗലാന മുഹമ്മദ് അലി പറഞ്ഞു, ഐ വിൽ പ്രിഫർ ദ ബെസ്റ്റ് മുസ്ലിം. അപ്പൊ ആ തരത്തിൽ CPM-ഉം ന്യൂനപക്ഷങ്ങളും കൂടെ കൂടുതൽ അടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ടാണ് ഏതൊരു വേദി CPM ഒരുക്കിയാലും ഞാൻ വരും. അതിനെ പറ്റിയിട്ട് വിമർശനം നടത്തുന്ന ആൾക്കാരുണ്ട് പലരും. എന്തിനാണ് CPM വേദിയിൽ പോയിട്ട്? ഞാൻ പറഞ്ഞു, CPM വേദിയിൽ പോയിട്ട് ഞാൻ കമ്മ്യൂണിസം ഡിസ്കസ് ചെയ്യാനല്ലല്ലോ പോകുന്നത്. ഞാൻ ഞങ്ങളുടെ സമുദായത്തെ പറ്റിയിട്ടും മറ്റുള്ള സമുദായങ്ങളായിട്ടുള്ള അവരുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ നമ്മുടെ ബ്രീത്തസ് ദെയർ എ മാൻ വിത്ത് സോൾ സോ ഡെഡ് ഹു നെവർ ടു ഹിംസെൽഫ് ഹാഡ് സെഡ് ദിസ് ഈസ് ഹിസ് ഓൺ മൈ നേറ്റീവ് ലാൻഡ് എന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ അതിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ ദേശഗാനം അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ ആന്തം രചിച്ചത് ടാഗോറാണ്. അമർ സോനാർ ബംഗ്ല, മൈ ഗോൾഡൻ ബംഗ്ലാദേശ്. അവർ മാറ്റിയില്ലല്ലോ, അവർ മാറ്റിയില്ല. ഇപ്പോഴും ടാഗോർ തന്നെയാണ്. അവിടെ രാഷ്ട്രകവി ടാഗോറാണ്. കാസി നാസറുൽ ഇസ്ലാമിനെക്കാട്ടും വെയിറ്റ് കൊടുത്തിരിക്കുന്നവർ ടാഗോറിനാണ്. അപ്പൊ അതേമാതിരി ഞങ്ങളെ കുറച്ച് സെക്കുലാരിസ്റ്റുകളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ സെക്കുലാരിസ്റ്റിന് എന്തെങ്കിലും കേട് പറ്റിയാൽ അത് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല. ഞങ്ങളൊക്കെ ഈ ഉയരങ്ങളിൽ എത്തിച്ചിട്ടുള്ളത് ഒക്കെ ഈ ഇന്ത്യൻ സെക്കുലർ രാഷ്ട്രമാണ്. അപ്പൊ ആ രാഷ്ട്രത്തിന്റെ സെക്കുലാരിസത്തിന് ഒരു കേട് പോലും പറ്റാൻ പാടില്ല. ആ കേട് പറ്റുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ദുരാവസ്ഥയിലോട്ട് നയിക്കും. അതുകൊണ്ട് CPM ആയിട്ടുള്ള പാർട്ടികൾ ഇതിനായിട്ട് കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് രംഗത്തോട്ട് വരണം. അത് വെറും എഴുത്തിലോ മുഖ്യധാരയിലോ മാത്രം ഒതുങ്ങി നിൽക്കരുത്. ഞങ്ങളുടെ സമുദായത്തിന്റെ ഉള്ളിലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ആ പ്രശ്നങ്ങളിലൊക്കെ ക്രിയാത്മകമായിട്ട് ഇടപെട്ടുകൊണ്ട്, നേരത്തെ അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. മതം രാഷ്ട്രീയത്തിൽ ഇടപെടണ്ട, ശരി തന്നെയാണ്. പക്ഷേ പിണറായി വിജയൻ പറഞ്ഞ മാതിരി എന്താണ് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ഏത് മുടിയും കത്തും എന്ന് പറഞ്ഞു. വേറെ ആരും മിണ്ടിയില്ല. ഫസൽ ഗഫൂർ ഞാൻ പറഞ്ഞു, ഞാനും അത് തന്നെ വിശ്വസിക്കണേ, ഏത് മുടിയും കത്തുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്നെ ക്ഷണിച്ചതിന് നിങ്ങളോടെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.